ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല തേങ്ങ ഒന്നും ഇതിൻ്റെ കൂടെ തേങ്ങ വേണ്ട, ക്രീം വേണ്ട, അങ്ങനെയുള്ള യാതൊന്നും ഒരു സാധനവും വേണ്ട. നമുക്ക് എളുപ്പം തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്കിഷ്ടമുള്ള ഏത് തന്നെയാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഞാനിവിടെ ഒരു ചെറിയ സൈസ് 1.5 എണ്ണം എടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണമേ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണമേ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഫ്രഷ് കുരുമുളകാണ്. അത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനും കൂടെ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂനട്ടാണ്. ഒരു 10-12 കാഷ്യൂനട്ടും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ സീക്രട്ട്. ഇതാണ് ഈ കാഷ്യൂനട്ട് പേസ്റ്റാണ്. ഇതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ റോ ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഈ സമയം നമുക്കൊരു പാനിലേക്ക് ഒരു സ്വല്പവും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ഒന്ന് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. അത് മൂത്ത് വരട്ടെ. അത് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ആ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇച്ചിരി ഗരം മസാലയും ഇട്ട് കൊടുത്ത് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ. നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് ഒന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കറിയാണ്. ഇടിയപ്പം, വെള്ളയപ്പം എന്തിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക.